ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്ലൂറിബസ് എന്ന ലേറ്റസ്റ്റ് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സൈഫൈ സീരീസിന്റെ എപ്പിസോഡ് വൈസ് റീക്യാപ്സ് നമ്മൾ നോക്കി വരികയാണല്ലോ. ടോട്ടൽ 9 എപ്പിസോഡ്സ് ഉള്ള ഫസ്റ്റ് സീസന്റെ 8 എപ്പിസോഡ്സ് ഇതുവരെ പുറത്തു വന്നു കഴിഞ്ഞു. ആദ്യ 2 എപ്പിസോഡ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിലെ 3rd എപ്പിസോഡാണ്. മുമ്പുള്ള എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവ ഒരു പ്ലേലിസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് തുടർന്നുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. നമുക്ക് എത്രയും വേഗം റീക്യാപ്പിലേക്ക് പോകാം. പ്ലൂറിബസിന്റെ 3rd എപ്പിസോഡായ ഗ്രനേഡ് തുടങ്ങുന്നത് സീരീസിലെ ഈ ഹൈവ് മൈൻഡ് ജോയിനിങ് ഇവന്റിനും ഏതാണ്ട് 7 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടറായ കാരലും അവളുടെ മാനേജർ ആൻഡ് പാർട്ട്ണറായ ഹെലനും കൂടി ഒരു റൈറ്റർ എന്ന നിലയിൽ കാരലിന്റെ വർദ്ധിച്ചു വരുന്ന സക്സസ് ആഘോഷിക്കാൻ ഒരു സ്പെഷ്യൽ ട്രിപ്പായി നോർവേയിലെ ഒരു ഐസ് ഹോട്ടലിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു റൊമാൻറ്റിക് ആൻഡ് ഡിസേർവ്ഡ് വെക്കേഷൻ പോലെയാണ് തോന്നുക. എന്നാൽ സീൻ പുരോഗമിക്കുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹെലൻ ഈ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസിലും അവിടുത്തെ തണുപ്പിലും നോർത്തേൺ ലൈറ്റ്സിന്റെ സീനറിയിലും ഒക്കെ വളരെ എക്സൈറ്റഡ് ആണ്. എന്നാൽ കാരൽ വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അവൾ കോൺസ്റ്റന്റ്ലി ഹെലന്റെ ഫോൺ അന്വേഷിക്കുകയും തന്റെ ലേറ്റസ്റ്റ് നോവലിന്റെ റാങ്കിങ്ങിനെ കുറിച്ചുള്ള ആകുലതയിലും ആണ്. ഒരു സക്സസ് ടൈമിൽ പോലും ആ മൊമെന്റ് എൻജോയ് ചെയ്യുന്നതിനേക്കാളും ഹെലനുമായി അത് ചെറിഷ് ചെയ്യുന്നതിനേക്കാളും കാരൽ ഫോക്കസ് ചെയ്യുന്നത് തന്റെ കരിയറിൽ മാത്രമാണെന്ന് ഈ ഒരു സീൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ഡിസ്റ്റൻസിന്റെ ഒരു ഹിന്റ് കൂടെയായി ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ബട്ട് അതൊരിക്കലും ഹെലന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്സ് ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് കൂടി മനസ്സിലാക്കണം. ബിക്കോസ് മൊബൈൽ സ്ക്രീനിലെ സെയിൽസോ റാങ്കിങ് നമ്പേഴ്സിലും കരിയറിലും ഒഴുകിയിരിക്കുന്നതിന് പകരം റിയൽ ലൈഫിലേക്ക് ശ്രദ്ധ തിരിക്കാനും ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ് തന്നോടൊപ്പം എൻജോയ് ചെയ്യാനും കാരലിനെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹെലന്റെ ലവിംഗ് നേച്ചർ ഈ സീനിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാം. എനിവേ, ഫ്ലാഷ് ബാക്കിന് ശേഷം കഥ നേരെ പോകുന്നത് ജോയിനിങ് ഇവന്റിന് ശേഷമുള്ള 3ാമത്തെ ദിവസത്തിലേക്കാണ്. ഹൈവ് മൈൻഡിന് ഇമ്മ്യൂൺ ആയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളോടൊപ്പമുള്ള കാരലിന്റെ മീറ്റിംഗ് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടല്ലോ. മീറ്റിംഗിന് ശേഷം കാരൽ ഇപ്പോൾ ന്യൂ മെക്സിക്കോയിലേക്ക് മടങ്ങുകയാണ്. 2nd എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ ഓടിപ്പോയി കുംബയുടെ ഫ്ലൈറ്റ് നിർത്തിച്ച ശേഷം സോഷ്യയെ അവൾ വീണ്ടും തനിക്കൊപ്പം കൂട്ടിയതായി നമുക്കിവിടെ കാണാം. കൂടാതെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഹൈവിന്റെ ഓഫർ അവൾ നിരസിക്കുന്നതിലൂടെ അവരുടെ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാൻ താൻ തയ്യാറല്ലെന്ന് കാരൽ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യയെ ഒപ്പം കൊണ്ടുപോകുന്നെങ്കിലും ഹൈവിന്റെ ഓഫേഴ്സുമായി അവൾ വരുമ്പോൾ കാരൽ അവളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തനിക്ക് എന്തെങ്കിലും കൃത്യമായ സഹായമോ ഇൻഫർമേഷനോ വേണമെങ്കിൽ മാത്രമേ അവൾ സോഷ്യയെ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പോൾ കാരൽ അവളോട് ഇമ്മ്യൂൺ ആയവരിൽ ബാക്കിയുള്ള ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആളുകളെ പറ്റി ചോദിക്കുന്നു. അവർ ആരാണെന്നും എവിടെയൊക്കെ ഉള്ളവരാണെന്നും സോഷ്യ വിശദീകരിക്കുന്നു. മുമ്പ് കാരൽ മീറ്റ് ചെയ്തവരെ പോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പല പ്രായക്കാർ തന്നെയാണ് അവരും. അതിൽ പരാഗ്വേയിൽ നിന്നുള്ള മനൂസോസ് ഒവിയദോ എന്നയാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഹൈവുമായി യാതൊരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് കഴിയുന്ന ആളാണെന്ന വിവരം കൂടി സോഷ്യ പറയുന്നു. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ അയാളെയാണ് താൻ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് കാരൽ തീരുമാനിക്കുന്നു. അവളുടെ ആവശ്യപ്രകാരം പലതവണ സോഷ്യ അയാളെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും അഫക്റ്റഡ് അല്ലാത്ത കാരലിന് വേണ്ടിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നറിയാതെ അയാൾ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറല്ല. മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിന് ശേഷം ഒരു തവണ സ്പാനിഷ് മാത്രം അറിയാവുന്ന അയാൾ ഫോണിലൂടെ തെറി പറയുമ്പോൾ നല്ലതുപോലെ ദേഷ്യം വരുന്ന കാരൽ വീണ്ടും ഒരു തവണ കൂടെ അയാളെ ഡയൽ ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപ് സ്പാനിഷിൽ തന്നെ തിരിച്ചും ചീത്ത പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്യുന്നു. സോ സഹായത്തിന് ഒരാളെ കൂടെ ഒപ്പിക്കാനുള്ള ഈ അറ്റംപ്റ്റ് പാളിയ ശേഷം അവർ ആൽബക്കൂർക്കിലേക്ക് തിരിച്ചെത്തുകയും സോഷ്യ കാരലിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയുമാണ്. പോകുന്നതിന് മുൻപ് സോഷ്യ ട്രാൻസിറ്റിലായിരുന്ന കാരലിനുള്ള മെയിൽ പാഴ്സൽസ് തങ്ങൾ കളക്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് അവളെ എന്തൊക്കെയോ ചിലത് ഏൽപ്പിക്കുന്നു. വീടിനുള്ളിൽ എത്തി അവ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു എൻവലപ്പിൽ ഹെലന്റെ പേര് കാണുമ്പോൾ അല്പം ഒന്ന് ഇമോഷണൽ ആകുന്ന കാരലിനെ നമുക്കിവിടെ കാണാം. മറ്റൊരു പാക്കേജിൽ ഹെലൻ കാരലിന് വേണ്ടി വാങ്ങിയ പേഴ്സണൽ മസാജറാണുള്ളത്. കാരൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്വയം ഒരിക്കലും വാങ്ങാതിരുന്ന ഒരു ഐറ്റമാണിത്. ഈ ഒരു ഗിഫ്റ്റ് ഹെലന് അവളോടുള്ള കരുതലിനെ കുറിച്ചും വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് മുകളിൽ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ താൻ എടുത്ത ചോയ്സസിനെ പറ്റിയൊക്കെ കാരലിനെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ അതോടൊപ്പം അത് അവളെ ദേഷ്യം പിടിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഹെലന്റെ മെമ്മറീസ് ഹൈവിന് കൂടെ അറിയാമെന്നതും അവരത് യൂസ് ചെയ്യുന്നു എന്നുള്ളതും അവളെ പ്രകോപിതയാക്കുകയാണ്. അവൾ ഉടൻ തന്നെ ഫോൺ ചെയ്ത് സോഷ്യയോട് സംസാരിക്കുകയും ഹൈവ് മൈൻഡ് അതിന്റെ ഷെയർഡ് മെമ്മറിയിൽ നിന്നും ഹെലനെ കംപ്ലീറ്റ്ലി മായ്ച്ചു കളയണമെന്ന് ഓർഡർ ചെയ്യുകയുമാണ്. മാത്രമല്ല അവർ ഹെലനെ പറ്റി സംസാരിക്കാനോ ഓർക്കാനോ പോലും പാടില്ല.
താൻ മാത്രമായിരിക്കണം ഹെലനെ ഓർക്കേണ്ടതെന്നും വളരെ അഡമന്റായി കാരൽ പറയുന്നുണ്ട്. ഇപ്പോൾ തനിച്ചായിരിക്കുന്ന കാരൽ ദ ഗോൾഡൻ ഗേൾസ് എന്ന സീരീസിന്റെ എപ്പിസോഡ്സ് തുടർച്ചയായി കണ്ട് സമയം ചെലവഴിക്കുകയാണ്. ഇടയ്ക്ക് കോളിംഗ് ബെൽ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ ആ ഏകാന്തതയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അവളുടെ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലെന്ന് അറിയാവുന്ന ഹൈവ് മൈൻഡ് അവൾക്കായി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ അത് സ്വീകരിക്കുന്നതിന് പകരം കാരൽ അതിനെ പുറത്ത് ട്രാഷ് ക്യാനിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത്. ഒപ്പം വീണ്ടും ഫോൺ ചെയ്ത് തന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് നിർത്താനും അവൾ ആവശ്യപ്പെടുന്നു. ഒടുവിൽ ഇഗ്നോർ ചെയ്യാൻ കഴിയാത്ത വണ്ണം വിശന്ന് വലയുമ്പോൾ കാരൽ തന്റെ ലോക്കൽ സ്പ്രൗട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. എന്നാൽ അവൾ അവിടെ എത്തുമ്പോൾ ഷെൽഫുകൾ ഏറെക്കുറെ പൂർണ്ണമായി ശൂന്യമാണ്. അവൾ ഉടൻ തന്നെ അവിടുത്തെ ഫോണിൽ നിന്നും ഹൈവിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ സോഷ്യ വിശദീകരിക്കുന്നത് അവർ സമയം ലാഭിക്കാനും ഭക്ഷണം പാഴാക്കുന്നത് ഒഴിവാക്കാനുമായി സാമഗ്രികൾ മുഴുവൻ ഒരു കോമൺ പോയിന്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ്. കാരലിന്റെ മറുപടി തനിക്ക് തന്റെ ആവശ്യങ്ങൾക്കായി അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ലെന്നും സ്വന്തമായി തന്നെ ഷോപ്പിംഗ് നടത്തണം എന്നുമാണ്. ഒട്ടും വൈകാതെ കുറേയേറെ ട്രക്കുകൾ സ്റ്റോറിന്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. ഹൈവ് കൺട്രോൾഡ് ആളുകൾ കടയിലേക്ക് സാധനങ്ങൾ ഇറക്കി വീണ്ടും സ്റ്റോക്ക് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒരു പെർഫെക്റ്റ് സിങ്കിലാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാം. കാരൽ തന്റെ ഇൻഡിപെൻഡൻസ് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച ഈ അവസരം പക്ഷെ സത്യത്തിൽ ഹൈവ് മൈൻഡ് എത്രത്തോളം പവർഫുള്ളും ഓർഗനൈസ്ഡും ആണെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ശേഷം അന്ന് രാത്രിയിൽ കാരലിന്റെ നെയ്ബർഹുഡ് ഒഴികെ സിറ്റിയിലെ മറ്റെല്ലാ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ആകുന്നു. പതിവ് പോലെ സോഷ്യ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾ ഇല്ലാതായതിനാലും പല ജോലികളും ഇപ്പോൾ ആവശ്യമില്ലാത്തതിനാലും വൈദ്യുതി ഉപയോഗം കുറച്ചതാണ് എന്നാണ്. അവളെ ചെയറപ്പ് ചെയ്യാൻ തങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇറിറ്റേറ്റഡ് ആയ കാരൽ ഇനിയിപ്പോൾ തനിക്ക് സന്തോഷിക്കണമെങ്കിൽ ഒരു ഗ്രനേഡ് തന്റെ കയ്യിലേക്ക് കിട്ടണം എന്നാണ് പരിഹാസത്തോടെ മറുപടി പറയുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം സോഷ്യ നേരിട്ട് കാരലിന്റെ വാതിൽക്കൽ എത്തുകയും അവൾക്കൊരു റിയൽ ഗ്രനേഡ് തന്നെ കൈമാറുകയും ചെയ്യുന്നു. ഹൈവ് മൈൻഡഡ് ആളുകൾക്ക് കാരൽ തമാശയായിട്ടാണോ ഗൗരവമായിട്ടാണോ ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് ഉറപ്പിക്കാൻ കഴിയാത്തതിനാൽ അവളെ പിണക്കി ഒരു റിസ്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ചാണ് അവർ ഈ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ തീരുമാനിച്ചത്. ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും വല്ലാത്തൊരു ശാന്തത പുറത്ത് കാണിച്ചുകൊണ്ട് കാരൽ സോഷ്യയെ ഒരു ഡ്രിങ്കിനായി ഉള്ളിലേക്ക് ക്ഷണിക്കുന്നു. സംസാരത്തിനിടയിൽ ഹൈവ് മൈൻഡ് കണ്ടിന്യൂസ്ലി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും കാരൽ എപ്പോഴാണ് തങ്ങൾക്കൊപ്പം ചേരുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് സോഷ്യ പറയുന്നുണ്ട്. അവൾ അവർക്കൊപ്പം ചേരുക എന്നത് ഇപ്പോൾ ഒരു ചോയ്സ് മാത്രമല്ല, അത് അവർക്ക് അടക്കി വെക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് എന്നാണ് അവൾ പറയുന്നത്. അത് അവളെ രക്ഷപ്പെടുത്തും എന്നൊരു എക്സ്പ്ലനേഷൻ ആണ് ഹൈവ് മൈൻഡിനുള്ളത്. കാരൽ തിരിച്ചടിക്കുന്നത് തന്നെ രക്ഷിക്കുക എന്നതുകൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതിനുള്ള ഉത്തരത്തിൽ സോഷ്യ ഹെലൻ ഉൾപ്പെടുന്ന കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ എസ്പെഷ്യലി ഹെലനോടൊപ്പം നോർവേയിൽ ചിലവഴിച്ച പോലുള്ള മൊമെന്റ്സ് തീർത്തും പ്രൈവറ്റ് ആയിരിക്കണമെന്ന് കാരൽ പറയുകയും ആ മെമ്മറീസ് സ്ട്രിക്ട്ലി ഓഫ് ദ ലിമിറ്റ്സ് ആണെന്ന് ഓർഡർ ചെയ്ത കാര്യം സോഷ്യയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സംസാരത്തിനിടെയുള്ള അശ്രദ്ധമായ ഒരു നിമിഷത്തിൽ കാരൽ ഗ്രനേഡ് കയ്യിലെടുക്കുന്നു. അത് ഒറിജിനൽ ആയിരിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സോ അവൾ കെയർലെസ് ആയി അതിന്റെ പിൻ വലിച്ചുരുന്നു. എന്നാൽ സോഷ്യ തൽക്ഷണം എഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്നും ഗ്രനേഡ് പിടിച്ചു പറിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് എറിയുകയും കാരലിനെ നിലത്തേക്ക് തള്ളിയിട്ട് അവളുടെ മേളിലേക്ക് കിടക്കുകയും ചെയ്യുന്നു. അതേ നിമിഷത്തിൽ ഗ്രനേഡ് പുറത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കാരൽ പുറത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ച വീടിന്റെയും കാറിന്റെയും ജനാലകൾ തകർന്നും തീ പിടിച്ച വസ്തുക്കൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നതും ഒക്കെയാണ്. പുറകെ സോഷ്യയും ഇറങ്ങി വരുന്നെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ അവൾ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നു. അവളുടെ ശരീരത്തിന്റെ പിൻഭാഗത്ത് ഷാർപ്നൽസ് കൊണ്ട് മുറിവേറ്റ് ചോര ഒലിക്കുകയുമാണ്. താൻ സഹായത്തിന് ആരെങ്കിലും വിളിക്കാമെന്ന് കാരൽ പറയുമ്പോൾ സോഷ്യ ഒരു ചിരിയോടെ അത് ഓൾറെഡി ഓൺ ദ വേ ആണെന്ന് പറയുകയും ഒപ്പം ആംബുലൻസ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. പിറ്റേന്ന് രാവിലെ കാരൽ ഹോസ്പിറ്റലിലെ വെയിറ്റിംഗ് റൂമിൽ കാത്തിരിക്കുമ്പോൾ ഇൻഫെക്റ്റഡിൽ ഒരാൾ അവിടെ എത്തി സോഷ്യയുടെ നിലയെ പറ്റി അവളോട് പറയുന്നു. അവൾക്ക് നെർവ് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ സീരിയസ് കൺകഷൻ ഉള്ളതിനാൽ ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമാണ്. ഇതിനോട് കാരൽ വലിയ റിയാക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. അവളെ ബോദർ ചെയ്യുന്നത് അവർ അവൾക്കൊരു റിയൽ ഗ്രനേഡ് കൈമാറിയതാണ്. എന്നാൽ അതിനുള്ള ഉത്തരം വളരെ ഡിറക്റ്റും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ്. കാരൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. അവൾ ഇപ്പോൾ മറ്റൊരു ഗ്രനേഡ് ആവശ്യപ്പെട്ടാൽ അവർ അതും കൊണ്ടുവരും. ഒരു മിലിറ്ററി ടാങ്ക് ആവശ്യപ്പെട്ടാലോ എന്നവൾ സർക്കാസ്റ്റിക്കലി ചോദിക്കുമ്പോൾ അതും റെഡിയാക്കും എന്നാണ് ഉത്തരം. എന്നാൽ ഒരു ആറ്റം ബോംബ് ചോദിച്ചാലോ എന്ന ക്വസ്റ്റ്യനിൽ മാത്രം അവർ ആദ്യം ഒന്ന് പതറുന്നു. ഇല്ലെന്ന് ഉത്തരം പറഞ്ഞോളൂ എന്ന കാരലിന്റെ പ്രകോപനത്തിന് വിചിത്രമായൊരു മറുപടിയാണ് ലഭിക്കുന്നത്. അതായത് അവൾ ആറ്റം ബോംബ് ആവശ്യപ്പെട്ടാൽ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും തങ്ങൾ അവളുമായി ചർച്ച ചെയ്യും. അതിന്റെ മോശം വശങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ടും അവൾക്കത് വേണമെന്ന് തന്നെ ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി അതും അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും എന്നതാണ് എക്സ്പ്ലനേഷൻ. ഇപ്പോൾ കാരലിന് കാര്യം ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട്.
അതായത് തന്നോട് എന്തെങ്കിലും ഒന്ന് വേണ്ടെന്ന് പറയാൻ ഹൈവ് മൈൻഡിന് കഴിയില്ല. അതിപ്പോ സഹായം ആകട്ടെ, കംഫർട്ട് ആകട്ടെ, എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയ എന്തെങ്കിലും തന്നെ ആകട്ടെ, അത് നടത്തി കൊടുക്കാൻ ഹൈവ് തയ്യാറാണ്. അവളെ പ്രീതിപ്പെടുത്താനുള്ള ഹൈവിന്റെ ആഗ്രഹം ഏതൊരു ജാഗ്രതയേക്കാളും സ്ട്രോങ് ആണ്. അയാളോട് പോകാൻ പറഞ്ഞ ശേഷം തനിക്കിപ്പോൾ ഭയപ്പെടുത്തുന്ന തരം ഒരു പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാരൽ ആ ആശുപത്രി വരാന്തയിൽ ഇരിക്കുകയാണ്. താൻ ആഗ്രഹിച്ചിരുന്നതോ തനിക്ക് തന്നെ സുരക്ഷിതമോ അല്ലാത്ത തരത്തിലുള്ള ഒരു പവർ. ഇവിടെ ഗ്രനേഡ് എന്ന 3rd എപ്പിസോഡ് അവസാനിക്കുന്നു. സോ അതാണ് എപ്പിസോഡ് 3 ഓഫ് സീസൺ 1 ഓഫ് പ്ലൂറിബസ്. ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാത്ത തരത്തിൽ റീക്യാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ആൻഡ് വീഡിയോസിന് നിങ്ങൾ തരുന്ന ഫീഡ്ബാക്കിലൂടെയാണ് നമുക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുക എന്നതിനാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ടിങ്ങിനും എൻകറേജിങ്ങിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ എത്രയും വേഗം അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.